അപ്പൊ നമ്മളെ ഒന്നാമത്തെ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സാ നടന്നിനി. അതെയാ, നമ്മൾ ഒന്നാമത്തെ പാഠം ആയിരുന്നു. ഒന്നാമത്തെ പാഠത്തിന്റെ പേരെന്താ? സംഖ്യാലോകം. ഇപ്പൊ സംഖ്യാലോകത്തിന്റെ പാഠമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടന്നിന്. എല്ലാരും ഇങ്ങനെ വിളിച്ചു പറയണ്ട. അപ്പൊ ഇന്നലെ നടന്നത് സംഖ്യാലോകമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രവർത്തനമല്ല, ഒരു ത്രികോണമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രവർത്തനമാണ് നടന്നത് അല്ലെ? അപ്പൊ അതിനകത്ത് നിങ്ങളോട് പറഞ്ഞത് 8 സെന്റിമീറ്റർ നീളമുള്ള 3 ഈർക്കിൾ എടുത്തിട്ട് ഇതേപോലെ ഒരു ത്രികോണം ഉണ്ടാക്കാനാ പറഞ്ഞു. ത്രികോണം കാണുന്നുണ്ടോ? ബോർഡിൽ ത്രികോണം കാണുന്നില്ലേ? അപ്പൊ ഈ ത്രികോണത്തിന് കാണുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ പേരുണ്ടാവും, അതിനകത്ത് 3 പേര് കാണിക്കും. അതിനകത്ത് ഏതെങ്കിലും ഒരു പേരിന്റെ അകത്ത് പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാല് ഈ ക്യാമറ കാണിക്കും, ഈ ബോർഡ് കാണും കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്നലത്തെ ആരെങ്കിലും വരച്ചു നോക്കിനാ? ഇന്നലെ പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനത്തിന്റെ അകത്ത് ഇന്നലെ ഒരു കുട്ടി മാത്രം അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ അയച്ചുതരാൻ പറഞ്ഞിട്ടില്ല, എന്നാലും ഒരാള് വരച്ചിട്ട് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോ നിങ്ങളോട് പറഞ്ഞത് ഈ രീതിയിൽ ആദ്യം എന്ത് ചെയ്യാ, 8 സെന്റിമീറ്റർ ഓരോ വശം. അപ്പൊ ഇതും 8 സെന്റിമീറ്റർ ആണ്. വീഡിയോ കാണും. നിങ്ങളെ ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്റെ നിങ്ങളോട് പറയുന്ന മുഴുവൻ കേൾക്കും. നിങ്ങൾ എന്താ വേണ്ടത്? എന്റെ പേരുണ്ടാവും, ജിതിൻ കെ എന്ന് പറഞ്ഞൊരു പേരുണ്ടാവും. അതിൽ 3 പേര് കാണിക്കും. അതിനകത്ത് ഏതെങ്കിലും ഒരു പേര് പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ബോർഡ് കാണും, വൈറ്റ് ബോർഡ് കാണും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ത്രികോണം വരക്കാനാ പറഞ്ഞു. എല്ലാവരും ത്രികോണം വരക്കാൻ അറിയില്ല. നമ്മൾ എത്രാം ക്ലാസ് പഠിച്ച? 4ാം ക്ലാസ്സിൽ ത്രികോണം വരക്കാൻ പഠിച്ചിട്ടുണ്ട് അല്ലെ? പഠിച്ചിട്ടില്ല? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം 8 സെന്റിമീറ്റർ വശം, ആദ്യം താഴെ എന്ത് ചെയ്യുക, 8 സെന്റിമീറ്റർ നീളമുള്ള ഒരു ത്രികോണം വരക്കുക. പിന്നെ അത് 2 വശത്ത് യോജിപ്പിച്ചിട്ട് എന്ത് ചെയ്യുക, ഇതേപോലെ ഒരു ത്രികോണം വരച്ചു കഴിഞ്ഞാല് 3 വശം എത്രയായിരിക്കും? 8 സെന്റിമീറ്റർ വീതമായിരിക്കും. അപ്പൊ അതിനുശേഷം നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാ? അതിന്റെ മധ്യഭാഗം കണ്ടുപിടിക്കും. അപ്പൊ 8ന്റെ മധ്യം എന്ന് പറയുമ്പോ എത്ര വരുക? പകുതി എന്ന് പറഞ്ഞാൽ എത്രയാ? 8ന്റെ പകുതി 4. 8ന്റെ പകുതി 4. അപ്പൊ 4 സെന്റിമീറ്ററില് ഓരോ വശത്തിലും എന്ത് ചെയ്യാ, 4 സെന്റിമീറ്ററിൽ കുത്തിട്ടിട്ട് എന്ത് ചെയ്യാ, ഇതേപോലെ നടുക്കൊരു ത്രികോണം വരക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഇനി നമുക്കിത്, അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതേപോലെ എന്ത് ചെയ്യാം, ഒരു 8 സെന്റിമീറ്ററിന്റെ ത്രികോണം വരക്കും. അതിന്റെ അകത്ത് 4 സെന്റിമീറ്റർ എന്ത് ചെയ്യാം, ഇത് ഈ രീതിയിൽ ചെയ്യുക. ഇങ്ങനെ നടുക്ക് ചെറിയൊരു ത്രികോണം കിട്ടും. അപ്പൊ ഇതിനകത്ത് ആകെ എത്ര ത്രികോണം ഉണ്ട്? കാണാത്തവര് എന്റെ പേരിന് നേരെ പിൻ ചെയ്ത് വെച്ചാൽ മതി. 4 അതായത് തുല്യ വലിപ്പമുള്ള എത്ര ത്രികോണമുണ്ട്? 1, 2, 3, 4 ത്രികോണം അല്ലെ? അതിന്റെ കൂടെ എന്തുണ്ട്? വലിയ ത്രികോണം. അത് നോക്കണ്ട, 4 ഒരേ വലിപ്പമുള്ള ത്രികോണാകേണ്ടത്. 1, 2, 3, 4. അപ്പൊ ഇനി നമുക്കിത് വരച്ചിട്ട് ഓരോ രൂപത്തിലേക്ക് വരുത്തിക്കുന്ന രീതി നിങ്ങൾ സ്ക്രീനിൽ നോക്കിക്കോ. ഞാനിപ്പോ സ്ക്രീന് പ്രസന്റ് ചെയ്ത് കാണിച്ചാൽ കേട്ടോ. സ്ക്രീൻ നോക്കിക്കോ. നിങ്ങൾ സ്ക്രീൻ ഒന്ന് ജസ്റ്റ് സ്ക്രീൻ നോക്കി ഞാൻ കാണിച്ചത്. ഒരു സ്ക്രീൻ കാണുന്നില്ല?
കാണുന്നില്ലേ? ഒരു ഗണിതം 5ാം ക്ലാസ് എന്ന് പറഞ്ഞ സ്ക്രീൻ കാണുന്നുണ്ടോ? വെയിറ്റ് കാണിച്ചത് ഇപ്പൊ ഒരു 5ാം ക്ലാസ് ഗണിതം എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടോ? ഗണിതം എന്ന് പറഞ്ഞിട്ട് ഓക്കെ അല്ലേ? കാണാത്തവര് എന്ത് ചെയ്യാം? നിങ്ങളിപ്പോ പിൻ ചെയ്ത് വെച്ചിട്ടില്ലേ, അതൊന്ന് ഒഴിവാക്കിയാട്ടെ. പിന്നെ ഒഴിവാക്കും. എന്നാലും ഇപ്പൊ സ്ക്രീൻ കാണുന്നില്ലേ? അത് ഗണിതം ക്ലാസ് 5 എന്ന് കണ്ട. അത് കാണുന്നില്ല, അത് കണ്ടാ മതി, നോക്കോ. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മളോട് ആദ്യം പറഞ്ഞതെന്നാ 3 സെന്റിമീറ്റർ നീളമുള്ള 3 ഈർക്കിൽ മുറിച്ചെടുക്കുക. കാണുന്നില്ല? അവ ഉപയോഗിച്ച് ഒരു ത്രികോണം ഉണ്ടാക്കുക. ആ ത്രികോണം ഉണ്ടാക്കിയില്ല? കാണുന്നുണ്ടാ? ഓക്കെ. ഇനി പറയുന്ന കേട്ടാ മതി, മറുപടി പറയണ്ട. അതിന്റെ അകത്ത് ത്രികോണത്തിന്റെ അഗ്രബിന്ദുക്കൾ അടയാളപ്പെടുത്തി പേപ്പറിൽ വരക്കുക എന്ന് പറഞ്ഞാല് ആ ത്രികോണം എന്നാ വേണ്ടത്? പേപ്പറിലേക്ക് വരക്കുക വേണ്ടത്. ഈ രീതിയിൽ ഇപ്പൊ കാണുന്നുണ്ടോ? ഒരു നീല കളർ ചുവപ്പ് കളറിൽ ഒരു ത്രികോണം വരച്ചിട്ട് കാണുന്നുണ്ടോ? അതിന്റെ 3 വശത്തും അളവെഴുതിയിട്ടുണ്ട്. 8 സെന്റിമീറ്റർ 3 വശത്തും 8 സെന്റിമീറ്റർ വീതം വശത്തിന്റെ പേര് അളവെഴുതിയിട്ടുണ്ട്. അതിനുശേഷം ചെയ്തതെന്ന ത്രികോണത്തിന്റെ 3 വശങ്ങളുടെയും മധ്യബിന്ദു അടയാളപ്പെടുത്തുക. കണ്ട? ത്രികോണത്തിന്റെ എന്താ ചെയ്തത്? ഞാൻ ആദ്യം പറയുന്നത് കേൾക്കും, എന്നിട്ട് ഇപ്പം വരക്കണ്ട, പിന്നെ വരച്ചു വെച്ചാൽ മതി കേട്ടോ. ഞാനിത് അയച്ചു തരും. ഈ സാധനം വരക്കേണ്ട രീതിയിലുള്ള ഈ ഒരു ഫയൽ ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് അയച്ചു തരും. അത് നോക്കിയിട്ട് വരച്ചാൽ മതി കേട്ടോ. ആദ്യം പറയുന്നത് ശ്രദ്ധിക്കുക. അപ്പൊ ത്രികോണത്തിന്റെ 3 വശങ്ങളുടെയും മധ്യബിന്ദു അടയാളപ്പെടുത്തുക. അപ്പൊ മധ്യബിന്ദു ഉണ്ട് ഇവിടെ പച്ചക്കളർ അടയാളപ്പെടുത്തിയിട്ടുണ്ട. ഞാൻ നേരത്തെ ബോർഡുമ്മൽ വരച്ച പോലെ ഇതാ ഇവിടെ ഒരു ഓരോ വശത്തിന്റെയും പകുതിയാണ്. ആദ്യം ചെയ്തത് 8 സെന്റിമീറ്റർ വശത്തിന്റെ നീളമുള്ള എന്ത് അടയാളപ്പെടുത്തി? ഒരു ത്രികോണം വരച്ചു. 8 സെന്റിമീറ്റർ വശത്തിന്റെ നീളമുള്ള ഒരു ത്രികോണം വരച്ചു. അതിനുശേഷം ചെയ്തത് അന്നെ കാണൂല, തൽക്കാലം എന്തേ കാണും? ആ സ്ക്രീനെ കാണും കേട്ടാ. ഈ സ്ക്രീനെ കാണുന്നില്ല, അത്ര അത് അതേ കാണും, എന്നെ കാണൂ. അപ്പൊ അതിനുശേഷം ചെയ്യേണ്ടത് ഓരോന്നിന്റെയും മധ്യഭാഗത്ത് എന്ത് ചെയ്യാം? അതിന്റെ പകുതി, അതായത് 3 ത്രികോണത്തിന്റെയും മധ്യബിന്ദു അടയാളപ്പെടുത്തും. മധ്യബിന്ദു എന്ന് പറഞ്ഞാല് അതിന്റെ മധ്യത്തിൽ വരും. ഇപ്പൊ 8 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ മധ്യബിന്ദു എത്രയാ? 4. അപ്പൊ 4 സെന്റിമീറ്ററിൽ ഇതേപോലെ എന്ത് ചെയ്യാം? ബിന്ദു അടയാളപ്പെടുത്തുക. അപ്പൊ 3 ബിന്ദു കിട്ടും. അതിനുശേഷം ഈ രീതിയിൽ നോക്കിയട്ടെ, ഞാൻ നേരത്തെ ബോർഡുമ്പോൾ കാണിച്ചെന്ന പോലെ അല്ലെ, ത്രികോണത്തിന്റെ 3 വശങ്ങളിലെയും മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് 4 സെന്റിമീറ്റർ വശങ്ങളുള്ള ത്രികോണങ്ങൾ വരക്കുക. അപ്പൊ എത്ര ത്രികോണം കിട്ടി? മൊത്തം മുകളിൽ 1, താഴെ 3. അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ 4 സെന്റിമീറ്റർ വശമുള്ള 4 ത്രികോണം കിട്ടി അല്ലെ. അതിന്റെ ഓരോന്നിന്റെയും വശത്തിന്റെ അളവ് എത്രയാ? ഓരോന്നിന്റെ വശത്തിന്റെ അളവ് എത്രയാ? 4 വീതാണ് ഓരോ വശത്തിന്റെയും ത്രികോണത്തിന്റെ അളവ്. അതിനുശേഷം പറഞ്ഞത് നോക്കിയട്ടെ,
ഇതിന്റെ ഇവിടെ എഴുതിയിട്ടുണ്ടോ? വരികളുടെ എണ്ണം 2. എത്രയാണ്? വരികളുടെ എണ്ണം 2. 4 സെന്റിമീറ്റർ. വശങ്ങളുള്ള ത്രികോണങ്ങളുടെ എണ്ണം എത്രയാ? 4 ആണ്. മനസ്സിലായോ? അതായത് 2 വരികളിലായിട്ട് 4 ത്രികോണങ്ങളുണ്ട്. ഓക്കെ അല്ലേ? മനസ്സിലായില്ല? ഇനി അടുത്ത നോക്കിയാട്ടെ. അടുത്ത എന്താ ചെയ്തത്? നമ്മൾ നേരത്തെ വരച്ച ത്രികോണമില്ലേ, നേരത്തെ വരച്ച ത്രികോണത്തിന്റെ വീണ്ടും മധ്യബിന്ദു കണ്ടുപിടിക്കും എന്ന് പറഞ്ഞാല്, നേരത്തെ വരച്ചെന്ന് പറഞ്ഞ ഏതാ? ഇതാണ്. ഇത് കണ്ട, ഈ ത്രികോണം നമ്മൾ വരച്ചത് ആദ്യം. അതിന്റെ അകത്ത് ഓരോ ത്രികോണത്തിന്റെയും മധ്യബിന്ദു കണ്ടുപിടിക്കണം. മനസ്സിലാവുന്നില്ല? ഓരോ ത്രികോണത്തിൽ ഇപ്പൊ മുകളിലൊരു ത്രികോണമില്ല, ഈ ത്രികോണമില്ലേ, അപ്പൊ അതിന്റെ മധ്യം എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ വരും. ഞാൻ ഈ മൗസ് പോയിന്റ് കൊണ്ടാച്ച സ്ഥലം കാണുന്നത് ഇതാണ് ഏകദേശം മധ്യബിന്ദു വരും. അതെങ്ങനെ കണ്ടുപിടിക്കുക? ഇതിപ്പോ ഓരോ വശത്തിന്റെയും നീളം 4 സെന്റിമീറ്റർ ആണ്. ഓക്കെ, 4 സെന്റിമീറ്റർ ആണ്. ആ 4 സെന്റിമീറ്ററിന് പകുതി എന്ന് പറയുന്നത് എത്രയാ? 4ന്റെ പകുതി എത്രയാ? 4ന്റെ പകുതി 2 ആണ്. അപ്പൊ 2 സെന്റിമീറ്റർ എടുത്തിട്ട് അവിടെ എന്ത് ചെയ്യാം? ബിന്ദു അടയാളപ്പെടുത്തുക. എല്ലാത്തിന്റെയും 2 സെന്റിമീറ്റർ എടുത്തിട്ട് ബിന്ദു അടയാളപ്പെടുത്തിയിട്ട് അവ തമ്മിൽ യോജിപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും? ഈ രീതിയിൽ കിട്ടും. മനസ്സിലായ? ഓരോന്നിന്റെയും മധ്യബിന്ദു അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ഈ രീതിയിൽ കിട്ടും. അപ്പൊ നോക്കിയട്ടെ, എത്ര ത്രികോണമായി നോക്കിയട്ടെ. മുകളില് 1. ഇപ്പൊ നിങ്ങൾ വരക്കണ്ട കേട്ടാ, നിങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ഈ വരക്കേണ്ടതിന്റെ ഫയല് നിങ്ങൾക്ക് അയച്ചു തരും, എന്നിട്ട് മാത്രം വരച്ചാൽ മതി. അപ്പോ ഏറ്റവും മുകളില് 1, പിന്നെ 3, പിന്നെ 5, പിന്നെ 7. 1, 3, 5, 7. അങ്ങനെ ഇപ്പൊ ആകെ എത്ര ത്രികോണമുണ്ട്? എത്രയുള്ളത്? 16. എത്രയുള്ളത്? അപ്പോ വരികളുടെ എണ്ണം 4. അപ്പോ വരികളുടെ എണ്ണം 4. 2 സെന്റിമീറ്റർ വശങ്ങളുള്ള ത്രികോണങ്ങളുടെ എണ്ണം 4 ഗുണിക്കണം 4. എന്നാ ഈ 4 എന്ന് പറയുന്നത്? ത്രികോണങ്ങളുടെ വശങ്ങളുടെ എണ്ണം എത്ര? ഇപ്പോ നിങ്ങളോട് ചോദിച്ചത് 4 4 എത്രയാന്നല്ല ചോദിച്ചു. 4 സെന്റിമീറ്റർ ആണല്ലേ. വരികളുടെ എണ്ണം 4 വശങ്ങളുടേത് 4. അപ്പൊ അങ്ങനെ 4 ഗുണിക്കണം 4 16 കിട്ടി. അപ്പോ ആദ്യം ഒന്നും കൂടി പറഞ്ഞത്, ഇപ്പൊ ഇത്രയേറെ പറഞ്ഞതും കൂടി പറയാം. ആദ്യം വരക്കേണ്ടത് ഇങ്ങനെ ഒരു ത്രികോണമാണ്. ആദ്യം 8 സെന്റിമീറ്ററുള്ള ഇതേപോലത്തെ ത്രികോണം വരക്കുക. അതിനുശേഷം എന്ത് ചെയ്യാം? ഈ രീതിയിൽ ആ ത്രികോണത്തിന് മധ്യബിന്ദു അടയാളപ്പെടുത്തുക. മനസ്സിലാവുന്നില്ല? നിങ്ങളിപ്പോ നോക്കി വെച്ചാൽ മതി. നിങ്ങൾക്ക് ചെയ്യാനുള്ള വഴിയൊക്കെ ഞാൻ അയച്ചു തരും. അതിനുശേഷം ആ ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിച്ചാൽ ഈ രീതിയിൽ 4 ത്രികോണം കിട്ടും. മുകളിൽ 1, താഴെ 3 എണ്ണം, 4 എണ്ണം കിട്ടും. അതിനുശേഷം ചെയ്യേണ്ടത് അതിന്റെ വീണ്ടും പകുതി എടുക്കുക. ഓരോ ത്രികോണത്തിന്റെയും പകുതി എന്ന് പറയുമ്പോൾ 2 സെന്റിമീറ്റർ വരിക. 2 സെന്റിമീറ്ററിന്റെ വശങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിൽ എന്ത് കിട്ടും? എത്ര ത്രികോണം കിട്ടും? 16 ത്രികോണം കിട്ടും. എത്ര കിട്ടും? 16 ത്രികോണം കിട്ടും. അതിനുശേഷം നോക്കിയട്ടെ. നിങ്ങള് എന്താ? അതിനെ വീണ്ടും എന്താക്കി? നമ്മൾ പകുതിയാക്കി. അതായത് നമ്മള് ഈ ത്രികോണത്തിന് എല്ലാരും മൈക്രോഫോൺ ഓഫ് ആക്കി വെച്ചോട്ടെ, ആരും സംസാരിക്കണ്ട. ഓഫാക്കിയ? എല്ലാരും ഓഫാക്കി വെച്ച, ആരും സംസാരിക്കണ്ട. ഞാൻ പറയുന്ന അങ്ങോട്ടേക്ക് കേട്ടാ മതി. അപ്പോ
ഇപ്പൊ നോക്കിക്കോ, നമുക്ക് എത്ര കിട്ടി? 16 ത്രികോണം കിട്ടി. അതിനുശേഷം നമ്മൾ വീണ്ടും എന്ത് വേണം? അതിന്റെയും 2 സെന്റിമീറ്റർ വശങ്ങളിലെ ഓരോ ത്രികോണത്തിന്റെയും 3 വശങ്ങളിലെയും മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് 1 സെന്റിമീറ്റർ വശങ്ങളിലെ ത്രികോണം വരക്കുക എന്ന് പറഞ്ഞാല് നമുക്കിപ്പൊ കിട്ടിയത് ഈ രീതിയിലാണ്. ഇതിന്റെ ഏറ്റവും മുകളിലെ ത്രികോണം കണ്ടത് ഇവിടെ, ഇതിന്റെ നേരെ പകുതി കണ്ടുപിടിക്കുക, ഇതിന്റെ പകുതി കണ്ടുപിടിക്കുക, താഴത്തെ പകുതി കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? അവ തമ്മിൽ യോജിപ്പിക്കുക. അതേപോലെ ഓരോന്നിന്റെയും പകുതി കണ്ടിട്ട് യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിൽ കിട്ടും. നോക്കിട്ടെ, എത്രയാ? ഒന്നാമത്തെ വരിയില് ഒരു ത്രികോണം, പിന്നെ 3, പിന്നെ 5, 7, 9, 11, 13, 15 അല്ലെ? ഈ സംഖ്യകൾക്കൊന്നും പ്രത്യേകതകളുണ്ടോ? ഇത് ഇതിന്റെ പ്രത്യേകത എന്താ? എല്ലാത്തിന്റെയും 1, 3, 5 ഒറ്റ സംഖ്യകൾ അല്ല വരുന്നത്. 1, 3, 5, 7, 9, 11, 13, 15 അങ്ങനെ ഈ രീതിയില് ഏറ്റവും മുകളിലത്തെ വരിയിൽ ഒരു ത്രികോണവും ഏറ്റവും അടിയിലത്തെ വരിയിൽ 15 ത്രികോണം എന്ന രീതിയിൽ ഇങ്ങനെ കിട്ടും. മനസ്സിലായ? ആദ്യം എടുത്തത് എത്ര വശത്തിന്റെ നീളം? ആദ്യം 8, നേരെ വലിയൊരു ത്രികോണം കിട്ടുക. പിന്നെ എടുത്തത് നേരെ പകുതിയാക്കിയപ്പോ 4 ആയി അല്ലെ? പിന്നെ വീണ്ടും പകുതിയാക്കിയപ്പോ 2 ആയി. പിന്നെ അതിനെ പകുതിയാക്കിയാണ് ഓരോ സെന്റിമീറ്റർ വീതം വശങ്ങളുള്ള എത്ര കിട്ടിയത്? 64 ത്രികോണങ്ങൾ കിട്ടിയത്. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ എന്ത് വേണം? വരച്ചാൽ മാത്രം പോരാ, നല്ല ഭംഗിയിൽ ഇതേപോലെ നിറം കൊടുത്തിട്ട് മനോഹരമാക്കും. ഇതെങ്ങനെയാ വരക്കേണ്ടതെന്നുള്ള കാര്യം ഞാനിപ്പോ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ ചിത്രങ്ങൾ വരക്കേണ്ട രീതി ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അയച്ചു തരും. ഓക്കെ, മനസ്സിലായോ? അതായത് ഇതാണ് നമ്മളെ ഇന്നത്തെ ഒന്നാമത്തെ പ്രവർത്തനം. ഈ രീതിയിൽ എന്ത് വേണം? ഓരോ കുട്ടികളും മുകളിൽ ഒരു ത്രികോണം, ഏറ്റവും അടിയിൽ 15, ഈ രീതിയിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ ചെയ്യണം കേട്ടാ. എന്നാ മാത്രമേ എന്ത് ചെയ്യും? ഈ രീതിയിൽ കിട്ടും. ഓരോന്നും ആദ്യം ചെയ്യേണ്ട ഒന്നും കൂടി പറഞ്ഞുതരാം. ആദ്യം ഈ രീതിയിൽ നോക്കോ, അതായത് കേട്ടാ 8 സെന്റിമീറ്റർ വശങ്ങളുള്ള ഒരു വൃത്തം വരക്കുക, ഒരു ത്രികോണം വരക്കുക. അതായത് ഓരോ വശത്തിന്റെയും അളവ് എത്രയാ? 8 സെന്റിമീറ്റർ ആണ്. അതിനുശേഷം അതിന്റെ മധ്യം, അതായത് ത്രികോണത്തിന്റെ 3 വശങ്ങളുടെയും മധ്യബിന്ദു അടയാളപ്പെടുത്തുക. അപ്പൊ ഇത് കിട്ടും ഈ രീതിയിൽ 4 ത്രികോണം കിട്ടും. അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വീണ്ടും ഇതിന്റെ പകുതി കണ്ടിട്ട് ഓരോ വശത്തിന്റെയും 2 സെന്റിമീറ്റർ വീതമുള്ള എത്ര കിട്ടും? 16 ത്രികോണം കിട്ടും. മുകളിൽ 1, പിന്നെ 3, പിന്നെ 5, പിന്നെ 7, ഈ രീതിയിൽ ത്രികോണം കിട്ടും. അതിനുശേഷം അടുത്തത് അതിനെ വീണ്ടും പകുതിയാക്കിയിട്ട് ഈ രീതിയിൽ എന്ത് കിട്ടും? 64 ത്രികോണങ്ങൾ കിട്ടും. എത്ര കിട്ടും? 64 ത്രികോണങ്ങൾ കിട്ടും. മനസ്സിലായോ? 64 ത്രികോണം. ഇത് നിങ്ങൾ വരക്കണം. ഇതാണ് നിങ്ങളുടെ ഒന്നാമത്തെ പ്രവർത്തനം. മനസ്സിലായില്ല? ഇത് നമ്മളെ 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനം അല്ല. നമ്മുടെ ഒന്നാമത്തെ പാഠഭാഗം എന്ന് പറയുന്നത് ഏതാണ്? ഒന്നാമത്തെ പാഠത്തിന്റെ പേരെന്നാ? മറന്നുപോയാ? സംഖ്യാലോകാന്ന്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ആദ്യം ഈ രീതിയിൽ എന്ത് വേണം? ആദ്യം ഈ രീതിയിൽ നിങ്ങൾ ഇന്നത്തെ ഒന്നാമത്തെ പ്രവർത്തനം നോട്ട് ചെയ്ത് വെച്ചോ. ഇതാണ് നിങ്ങൾ ഒന്നാമത്തെ പ്രവർത്തനം. ഓക്കെ, എന്നാ ഇത് ഞാൻ ക്ലോസ് ചെയ്യാൻ. ഇത് മനസ്സിലായില്ലായിരിക്കും? ചെയ്യേണ്ട മനസ്സിലായില്ല? ഓക്കെ, എന്നാ ഞാൻ ഇത് ക്ലോസ് ചെയ്യാന്ന്. ഓക്കെ, ഇനി നിങ്ങൾ എല്ലാവർക്കും ബോർഡ് കാണുന്നുണ്ടോ നോക്കിയട്ടെ. ബോർഡ് കാണാത്തവര് നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യാം? മാഷ പേരിന് നേരെയുള്ള പറയുന്ന കേൾക്ക്. കാണാത്തവര് എന്ത് ചെയ്യാം? പിൻ ചെയ്ത് വെക്കുക. ഞാൻ മുന്നേ പറഞ്ഞ പോലെ പിൻ ചെയ്ത് വെക്കുക. എന്റെ പേരിന് നേരെ പിൻ ചെയ്ത് വെക്കുക കേട്ടോ. അതിനേരം എന്ത് ചെയ്യും? ഇതേപോലെ സ്ക്രീന് കാണും.
കാണാത്തവര് പിൻ ചെയ്ത് വെക്ക്. മാഷ പേര് കാണുന്നില്ല, 3 പേര് കാണും അല്ലേ, കാണുന്നില്ലേ? ഓക്കെ ഓക്കെ. ഇനി നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് പോകാം. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ചോ എല്ലാരും. ഒന്നാമത്തെ പേജ് എടുത്തോ, സംഖ്യാലോകം. അതിലെടുത്ത് നമുക്കൊരു ഹോംവർക്ക് എന്ന് ഓർമ്മേണ്ടിയോ? എന്തേലും ഹോംവർക്ക്? ആ 1 മുതൽ 1000 വരെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എല്ലാരും എഴുതി അയച്ചില്ലല്ലോ. ഇനിയും കുറച്ച് കുട്ടികള് ഓക്കെ മതി മതി, നിങ്ങൾ നിർത്തിക്കോ, ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോ എഴുതി അയച്ചവർക്കെല്ലാം തിരിച്ച് ടിക്കറ്റ് അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട്, കിട്ടിയില്ല? അത് എഴുതി അയച്ച് ശരിയാക്കിയവർക്കെല്ലാം ടിക്കറ്റ് ടിക്കറ്റ് ഇട്ടേക്കല്ലായിരിക്കും. ഇനി നിങ്ങൾ ഇനി ഇന്നത്തെ രണ്ടാമത്തെ പ്രവർത്തനം നോട്ട് ചെയ്ത് വെച്ചോ. ഇന്നത്തെ രണ്ടാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് നിങ്ങളിപ്പോ എഴുതിയത് എത്ര വരെയാ? 1000 വരെ എഴുതി അല്ലെ? ഇനി എത്ര എഴുതേണ്ടത്? 1000 കഴിഞ്ഞാൽ 2000. 1000 കഴിഞ്ഞാൽ അടുത്ത സംഖ്യ എത്രയാ? 1001. 1001 എഴുതുക. 1001 അല്ലെ? 1001 ആ രീതിയിൽ എഴുതുക. പിന്നെയോ 1002, 1003, 1004, ഇങ്ങനെ ഇങ്ങനെ 1000 എത്രയായി? ഞാൻ എത്ര എഴുതിയ ബോർഡുമില്? ഞാൻ ബോർഡുമിൽ എഴുതിയ ലാസ്റ്റ് സംഖ്യ എത്രയാ? 1010 അല്ലെ? അപ്പൊ ഞാൻ 1010 എന്ത് ചെയ്തു? 1010 എന്ത് ചെയ്തു? വട്ടു. ഇനി ഇത് കഴിഞ്ഞാൽ അടുത്ത സംഖ്യ എത്രയാ? ബോർഡ് ഒരു മിനിറ്റ് മോനെ, ബോർഡ് കാണാത്തവര് ഒരു മിനിറ്റ് ഒന്നും പറയല്ല. ബോർഡ് കാണാത്തവര് ശ്രദ്ധിച്ചോ. മാഷ പേരുണ്ടാവും അതിനകത്ത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സൈഡില് പേരുണ്ടാവും, ജിതിൻ എന്ന് പറയുന്ന പേരുണ്ടാവും. ആ പേരിന് നേരെ പിൻ ചെയ്ത് വെച്ചാൽ മതി. 3 പേര് കാണിക്കും. അതിനകത്ത് ഏതോ ഒരു പേരിന്റെ അകത്താണ് സ്ക്രീൻ എടുക്കുക. നിങ്ങളതിനകത്ത് എത്രാമത്തെ എനിക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് 3 പേരും ഓരോ തവണ ഒന്ന് പിൻ ചെയ്ത് നോക്കും. ഇപ്പൊ പിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ വൈറ്റ് ബോർഡ് കാണും. ഓക്കെ, അപ്പോ നമ്മൾ 1011 ഇങ്ങനെ എത്ര വരെ എഴുതണം? നിങ്ങള് എത്ര? അതിന്റെ സൈഡിലൊരു പേരുണ്ടാവും, പിന്ന് വെക്ക, PIN. അപ്പോ നിങ്ങൾ എഴുതേണ്ടത് ഇന്നത്തെ ദിവസം ബുധനാഴ്ച അല്ലേ? ഇനി അടുത്ത ക്ലാസ് ഗണിതത്തിന്റെ ക്ലാസ് അപ്പ അടുത്ത ബുധനാഴ്ച ഇതേ സമയത്താണ്. അപ്പൊ 1000 അടുത്ത ബുധനാഴ്ച ആവുമ്പോഴേക്കും നിങ്ങള് എത്ര വരെ എഴുതണം? 2000 വരെ പൂർത്തിയാക്കണം. മനസ്സിലായിനാ? നിങ്ങൾക്ക് 7 ദിവസം ഉണ്ടാവുക. 7 ദിവസം കൊണ്ട് നിങ്ങൾ എത്ര എഴുതണം? 2000 വരെ. മനസ്സിലായില്ല? കേൾക്കത്തില്ല പറയുന്നത്? 2000 വരെ. 1000 നിങ്ങൾ 1000 വരെ എഴുതിയിട്ടുണ്ടാവും. അതിന്റെ കൂടെ തന്നെ കോമേറ്റ് എത്ര എഴുതും? 1001, 1002, 1003 അങ്ങനെ എത്ര എഴുതണം? ഓരോ ദിവസവും 100 150 എഴുതും. ഒരു 150 വെച്ചിട്ട് എഴുതിക്കോ കേട്ടാ. ഓരോ ദിവസവും 150 സംഖ്യകൾ എഴുതിയാല് നിങ്ങൾക്ക് അടുത്ത ബുധനാഴ്ച ആകുമ്പോഴേക്കും എത്രയാവും? 2000 ആവും. 2000 വരെ എഴുതി കഴിഞ്ഞാല് മാഷക്കത് അയച്ചു തരും. മനസ്സിലായില്ല? ഇനി നിങ്ങൾക്ക് തെറ്റിപ്പോകുന്ന സംഖ്യകളുണ്ട്, ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. നമുക്കെല്ലാം തെറ്റി പറ്റുന്നൊരു സംഖ്യയുണ്ട്. നമ്മളിപ്പോ 1001, 1002, 1003 അങ്ങനെയെല്ലാം എഴുതി 1098 എഴുതി.
അല്ല 1099 എഴുതും. ഇനി എത്ര അടുത്ത സംഖ്യ? 1100 സംഖ്യ. ഇതാണ് സംഖ്യ 1100. അല്ലാണ്ട് ചില ആളുകള് 1999 നേരെ 2000 എഴുതുന്നവരുണ്ടാവും. ഇത് തെറ്റാട്ടോ, മനസ്സിലായിക്കോ? ഇത് തെറ്റാണ്. 1099 കഴിഞ്ഞാല് 1100. മനസ്സിലാവില്ലേ? നിങ്ങൾക്ക് തെറ്റിപ്പോകുന്നൊരു സ്ഥലമാണ് പറഞ്ഞത്. പെട്ടെന്ന് 1098 1099 കഴിഞ്ഞ് അപ്പോൾ എന്ത് എഴുതു? 2000 എഴുതി പോകും. അതുകൊണ്ട് തെറ്റത് 1099 കഴിഞ്ഞാല് അടുത്ത സംഖ്യ എത്രയാണ്? 1100 ആണ്. ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഇനി നിങ്ങള് വട്ടൂടേണ്ട ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. വട്ടൂട് ഓക്കെ. ഇനി നിങ്ങൾ ഓരോ 100 സംഖ്യ എത്തുമ്പോഴാണ് വട്ടൂടേണ്ടത്. അപ്പൊ 1099 കഴിഞ്ഞ് 1100 എന്ത് വേണം? വട്ടൂടണം. മനസ്സിലാവുന്നുണ്ടോ? ഇനി 1100 കഴിഞ്ഞ് 1101 102 103 അങ്ങനെ എഴുതി 1199 അല്ലേ? 1100 എഴുതി 101 102 അങ്ങനെ 1099 എത്തിക്കഴിഞ്ഞാല് 1199 എത്തിക്കഴിഞ്ഞാൽ അടുത്തത് 1200 ആണ്. ഇതിനും എന്ത് വേണം? വൃത്ത് വിടണം, വട്ട് വിടണം. മനസ്സിലാ? ഇതിനെന്ത് വേണം? റൗണ്ട് വിടണം അല്ലെ വട്ട് വിടണം. ഇനി പിന്നെയാണ് റൗണ്ട് വേണ്ടത്? 1299 കഴിഞ്ഞാല് 1300 1300. അതിനെന്ത് വേണം? 10 വേണ്ട. ഇനി 1010 1020 1030 വട്ടുണ്ട്. ഇനി ഉണ്ടപ്പാ 1099 കഴിഞ്ഞ് 1100 അല്ലാതെ വട്ടുവിടുണ്ട്. മനസ്സിലാവുന്നില്ല? പിന്നെ വട്ടുവിടേണ്ടത് 1300 പിന്നെ 1400 പിന്നെ 1500 1600 1700 1800 1900 പിന്നെ 2000. ഈ 2000 തൊട്ട് മുന്നിലുള്ള സംഖ്യ എത്രയാ? 1999 കഴിഞ്ഞാലാണ് 2000. അപ്പൊ ഇതിനെന്ത് വേണം? വട്ടുവിടണം. മനസ്സിലായില്ല? ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ രണ്ടാമത്തെ പ്രവർത്തനം. മനസ്സിലായോ? ഇത് നിങ്ങൾ നോട്ട് ബുക്കിനകത്ത് എഴുതുന്നുണ്ട്. അതിന്റെ തുടർച്ചയായി എഴുതിയാൽ മതി കേട്ടാ. അതിന്റെ തുടർച്ചയായി നിങ്ങൾ എഴുതിയാൽ മതി. മനസ്സിലായില്ല? ഇത് എപ്പോഴത്തൊക്കെ എഴുതേണ്ടത്? അടുത്ത ബുധനാഴ്ച ക്ലാസ് ഉണ്ട്. അതിനു മുന്നേ ചൊവ്വാഴ്ച വൈകുന്നേരം ആകുമ്പോഴേക്കും അനക്കിത് കംപ്ലീറ്റ് ആയിട്ട് എഴുതിയിട്ട് അയച്ചു തരണം. എത്ര വരെ? 2000 വരെ. ഇനി 1000 വരെ എഴുതാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ അവരും എന്ത് വേണം? ഈ ചൊവ്വാഴ്ച ആകുമ്പോഴേക്ക് കംപ്ലീറ്റ് ആക്കണം. എത്ര വരെ? 2000 വരെ. 2000 വരെ കംപ്ലീറ്റ് ആക്കണം. ഓക്കെ അല്ലേ? എന്നാ ബോർഡ് വായിക്കട്ടെ. നോട്ട് ചെയ്ത് വെച്ചോ. ആ നോട്ട് തന്നെ എഴുതേണ്ടത്. എല്ലാവരും കണക്കിന് നോട്ടെല്ലാം വാങ്ങില്ലേ? ത്രികോണത്തിന്റെ നോട്ട് തന്നെ വരച്ചോട്ടോ. ത്രികോണത്തിന്റെ നോട്ട് തന്നെ വരച്ചു. ഇല്ല എന്നാ വേണ്ടേ? ആർക്കും ഇങ്ങോട്ടേക്ക് പോകാനുണ്ടോ? ഇങ്ങോട്ട് പോകാനൊന്നുമില്ലല്ലോ. ക്ലാസ് കഴിഞ്ഞാല് മാഷ് പറയും കേട്ടാ. കഴിയുമ്പോ പറയും കേട്ടോ. എന്നിട്ട് പോയാൽ മതി കേട്ടാ. അപ്പോ
നിങ്ങളോട് കഴിഞ്ഞ ആഴ്ച വേറൊരു കാര്യം പറഞ്ഞിരുന്നു, ഗുണന പട്ടിക പഠിക്കാൻ. പഠിച്ച എല്ലാരും? നിങ്ങളിങ്ങനെ എല്ലാരും ഒരുമിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ഒന്നും കേൾക്കൂല. അവിടെ നിങ്ങൾ എന്ത് ചെയ്യാ, സംസാരിക്കേണ്ട സമയത്ത് മാത്രം എന്ത് ചെയ്യാ, മൈക്രോഫോണ് ഓണാക്കി വെക്കുക. അല്ലാത്ത സമയത്ത് എന്ത് ചെയ്യാ, ഇത് ഓഫ് ആക്കുക. അപ്പൊ നിങ്ങൾ എല്ലാവർക്കും ഗുണനപ്പട്ടിക എല്ലാവരും എഴുതിയിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും അല്ലെ? എല്ലാരും നോട്ടിന്റെ ബാഗിൽ എഴുതി വെച്ചിട്ടില്ലേ ഗുണനപ്പട്ടിക? എല്ലാരും പഠിച്ചിരുന്നു അല്ലെ? ഇനി ആരും പഠിക്കാൻ ബാക്കിയില്ലല്ലോ? കുറച്ച് പഠിച്ചു, ഇനിയും പഠിക്കാൻ സമയം വേണം അല്ലെ? നമുക്ക് ഗുണനപ്പട്ടിക ചോദിക്കുന്നത് അടുത്ത ആഴ്ചയിലേക്ക് ആക്കാം. ഇപ്പൊ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് കടക്കാം, ഒന്നാമത്തെ പാഠത്തിലേക്ക് കടക്കാം. എന്നാ നമ്മൾ ഒന്നാമത്തെ പാഠത്തിന്റെ പേരാണ് സംഖ്യാലോകം. എല്ലാരും ടെക്സ്റ്റ് ബുക്ക് എടുക്കും. പേജ് നമ്പർ 8, 8ാമത്തെ പേജ്. ഞാനിപ്പോ ഏത് വിഷയം എടുക്കുന്നത്? അതാ ഞാൻ ചോദിക്കുന്നത്. ഞാനിപ്പോ ഏത് വിഷയം എടുക്കും നിങ്ങൾക്ക്? പിന്നെ ഗണിതത്തിന്റെ പിരീഡ് മലയാളത്തിന് ടെക്സ്റ്റ് ബുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഉണ്ടോ? ഇല്ലല്ലോ. ആ ഒന്നാമത്തെ പാഠം ഇതേപോലത്തെ ടെക്സ്റ്റ് ബുക്ക് കാണുന്നില്ലല്ലോ. ടെക്സ്റ്റ് ബുക്ക് ഇതേപോലത്തെ അതിനകത്ത് ഒന്നാമത്തെ പാഠം സംഖ്യാലോകമാണ്. അതിനകത്ത് പേജ് നമ്പർ 8 എടുക്കുക. ഇതേപോലത്തെ ഒരു പേജാ വരിക. ഒരു ക്ലാസ്സിലും ഒരു ടീച്ചറെ പാടെടുക്കുന്ന പോലത്തെ ഒരു പേജ് കാണില്ല. കാണാത്തവരാ ഒരു തവണയും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. കാണാത്തവർ ചെയ്യേണ്ടത്, മാഷ പേരുണ്ടാവും, ആ പേരിന് നേരെ പിൻ ചെയ്ത് വെക്കുക. എങ്ങനെയാ പിൻ ചെയ്യേണ്ടത് കാണണം? ഒന്ന് നോക്കിക്കോ കേട്ടാ. ഇപ്പൊ ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്യുന്നത് നിങ്ങൾ നോക്കിയാൽ മതി. ആരും വേറെ ഒന്നും ചെയ്യണ്ട. പിൻ ചെയ്യുന്നത് ഒന്നും കൂടി കാണിച്ചു തരാം. ഇതിനകത്ത് എന്റെ പേരിങ്ങനെ കാണിക്കും. ഇപ്പൊ ഞാനിപ്പോ തൽക്കാലം ഞാൻ ഒരാളെ പിൻ ചെയ്ത ഇപ്പൊ ഇങ്ങനെ വേണ്ട. അന്റെ കേൾക്കുന്നില്ലേ? അപ്പൊ ഇങ്ങനെ എന്റെ പേര് നേരെ ഇവിടെ ഇങ്ങനെ പിന്ന് വേണ്ട. ആ രീതിയിൽ വന്നു കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒന്ന് ഞെക്കിയാൽ മതി. ഞെക്കി കഴിഞ്ഞാല് സ്ക്രീനില് ഈ ബോർഡും അന്യം കാണാൻ പറ്റും. ഓക്കെ? ഓക്കെ. അപ്പം എല്ലാവർക്കും ബോർഡ് കാണുന്നില്ല? ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ മതി മതി. അപ്പൊ ഇനി പറയുന്നത് എടുത്തോ. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കോ. ഒന്നാമത്തത് ഒരു സംഖ്യാ കേളിയാണ്. എന്ന് പറഞ്ഞാല് ഞാനൊരു സംഖ്യ പറയും, അതിന്റെ തൊട്ടടുത്തുള്ള സംഖ്യ നിങ്ങൾ പറയണം. മനസ്സിലായോ? പേര് വിളിക്കണം. ഞാൻ നിങ്ങളെല്ലാരും പേരൊന്നും പഠിച്ചില്ല. തൽക്കാലം ഇന്നൊരു പഠിച്ച. ഇന്ന് എല്ലാരും പേരും പഠിക്കാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ സംഖ്യ എന്ന് പറഞ്ഞാൽ മതി. കുറെ ഒന്നും വേണ്ട, കുറച്ച് സംഖ്യകൾ മാത്രമേ എന്ന് പറയുന്നത് കേട്ടാ. അപ്പോ സംഖ്യ ഞാൻ പറയാം. ഒന്നാമത്തെ സംഖ്യ ബോർഡിൽ എഴുതുന്നുണ്ട്. എത്ര സംഖ്യ വായിക്കരുത്? 3067. ഇനി അടുത്ത സംഖ്യ 3068. ഇനി അടുത്ത സംഖ്യ പറയട്ടെ.
അടുത്ത സംഖ്യ ഞാൻ എഴുതിയിട്ടുണ്ട് 999. എത്രയാ? 1000. അടുത്ത 790. ഇനി അടുത്തൊരു സംഖ്യ അത് നിങ്ങളുടെ നെറ്റിന്റെ പ്രശ്നം കൊണ്ടാണ്. നിങ്ങൾ കിട്ടിയതിട്ട് ഒന്നും കൂടി ജോയിൻ ചെയ്താൽ മതി. ഇതിന്റെ അകത്ത് ഒന്നും കൂടി കട്ടാക്കിട്ട് ഒന്നും കൂടി ജോയിൻ ചെയ്താൽ മതി കേട്ടോ. കട്ടായി പോകുന്നത്. അടുത്ത സംഖ്യ നോക്കിക്കോ. 1299. 300. അപ്പൊ എല്ലാവർക്കും സംഖ്യകൾ അറിയാം. എന്നാ ഒന്ന് ടെക്സ്റ്റ് എടുത്തോ. ടെക്സ്റ്റ് എടുത്തിട്ട് ടെക്സ്റ്റിന്റെ അകത്ത് പ്രവേശനോത്സവം വേണ്ട. അതിനകത്ത് 1ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയത് എത്ര കുട്ടികളാ? അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളെല്ലാം ഒച്ചയാക്കാണ്ട് നിൽക്കും. എല്ലാരും മ്യൂട്ടാക്കി വെക്ക്. എല്ലാരും മ്യൂട്ടാക്കി വെക്ക്. എല്ലാരും മ്യൂട്ടാക്കി വെക്ക്. ആദ്യം എല്ലാരും മ്യൂട്ടാക്കി വെക്ക്. ഓക്കെ. 1ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയത് എത്ര കുട്ടികളാണ്? 4,35,268 കുട്ടികളാണ് 1ാം ക്ലാസ്സിലേക്ക് ആകെ നമ്മുടെ കേരളത്തിലെ കണക്കാണ് കേട്ടാ. 1ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയത്. ഇനി ആരും മൈക്രോഫോൺ ഓഫ് ആക്കണ്ട. ഞാൻ പറയുന്നത് നിങ്ങൾ എഴുതിയാൽ മതി കേട്ടാ. എല്ലാരും ഓഫാക്കി വെക്ക്. എല്ലാരും മൈക്ക് ഓഫാക്കി വെക്ക്. എല്ലാരും ഓഫാക്കി വെക്ക്. ഓക്കെ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, എല്ലാരും കയ്യിൽ പെന്നോ പെൻസിലോ ഇല്ല? പെൻസിലില്ല കയ്യില്? പെൻസിൽ എടുക്കുക. ഞാൻ പറയുന്നത് എഴുതിക്കോ. പ്രവേശനം നേടിയ കുട്ടികളുടെ എണ്ണമായി എഴുതിയിരിക്കുന്ന സംഖ്യ എത്രയാണെന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്, നമ്മൾ പറഞ്ഞു. അതിനുശേഷം എഴുതേണ്ടത് ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഏതാണ്? കാണുന്നുണ്ട് എല്ലാരും? ഇവിടെ അടിയിൽ ഇതാ ടെക്സ്റ്റ് ബുക്ക് തന്നെ എഴുതി വെച്ചാൽ മതി. ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഏതാണ്? ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഏതാ? ടെക്സ്റ്റ് ബുക്കിലാണ് എഴുതി വെച്ചത്. അത് നിങ്ങളെ ഇഷ്ടം കേട്ടോ. ഒരു 5 മിനിറ്റ് കൂടി ക്ലാസ് ഉണ്ടാവും. അപ്പൊ തന്നെ നിർത്തും. അപ്പൊ ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഏതാണ്? അത് അവിടെ എഴുതുക. എഴുതിയില്ലേ? ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഏതാണ്? എല്ലാരും എഴുതിയില്ലേ? എഴുതി. ഏറ്റവും വലിയ 4 അക്ക സംഖ്യ എത്രയാ? 9,999. ഓക്കെ. ഇനി ചോദിക്കുന്നത് അതിന്റെ തൊട്ടടുത്ത സംഖ്യ ഏതാണ്? ഇതിന്റെ തൊട്ടടുത്തുള്ള സംഖ്യ വേണമെന്നാ വേണ്ടത്. അതിന്റെ കൂടെ 1 കൂട്ടുക. അപ്പൊ 1 കൂട്ടുക. 9 1 10 1 ബാക്കി. 9 1 10 1 ബാക്കി. 9 1 10 1 ബാക്കി. 9 1 10. എത്ര സംഖ്യ ഇത്? 10,000. ഈ സംഖ്യന്റെ പേരെന്താ? ഈ സംഖ്യക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഏറ്റവും ചെറിയ 5 അക്ക സംഖ്യയാണ്. അതായത് ഏറ്റവും വലിയ 4 അക്ക സംഖ്യയുടെ കൂടെ 1 കൂട്ടിയാൽ ഏറ്റവും വലിയ 5 അക്ക സംഖ്യ കിട്ടും. അപ്പൊ അവിടെ എഴുതി വെക്കേണ്ട സംഖ്യ, ഇതിന്റെ തൊട്ടടുത്ത സംഖ്യ ഏതാണെന്ന് വേണ്ട. അതിന്റെ അവിടെ ഈ സംഖ്യ 10,000 എന്നുള്ള സംഖ്യ എഴുതി വെക്കും. ടെക്സ്റ്റ് ബുക്കിലെ 8ാമത്തെ പേജിന്റെ അടിയിലത്തെ കള്ളിന്റെ അകത്ത്, ഈ കള്ളിന്റെ അകത്ത് 10,000 എഴുതി വെക്കും.
ടെക്സ്റ്റ് ബുക്കിൽ 10,000 എഴുതി വെക്കും. ഇനി അടുത്ത പേജ് എടുക്കുക. പേജ് നമ്പർ 9. അടുത്ത ചോദ്യം, ഏറ്റവും വലിയ അഞ്ചക്ക സംഖ്യയോ. അപ്പൊ നമ്മളിപ്പോ എഴുതിയത് ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യ എഴുതിയത്. ഇനി നിങ്ങൾ എഴുതേണ്ടത് ഏറ്റവും വലിയ അഞ്ചക്ക സംഖ്യ. വലിയ അഞ്ചക്ക സംഖ്യ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഏറ്റവും വലിയ അഞ്ചക്ക സംഖ്യ ഏതാ? 99,999. അതാണ് എഴുതി വെച്ചോ. എഴുതി വെച്ചില്ല? ക്ലിയർ ആവാത്തവരൊന്ന് ഇതിനകത്ത് എക്സിറ്റ് അടിച്ചിട്ട് അതിനകത്ത് ഒന്ന് ബാക്ക് അടിച്ചിട്ട് വീണ്ടും റീജോയിൻ ചെയ്തു കേട്ടോ. അപ്പൊ അടുത്തത്, ഇതിന്റെ തൊട്ടടുത്തുള്ള സംഖ്യ ഏതാണ്? ഏതാ സംഖ്യ? നമ്മൾ പറഞ്ഞത് ഏറ്റവും വലിയ അഞ്ചക്ക സംഖ്യന്റെ കൂടെ 1 കൂട്ടിയാൽ, അപ്പൊ ഏത് സംഖ്യന്റെ കൂടെയും ഈ സംഖ്യന്റെ കൂടെ 1 കൂട്ടിയാലാണ് അതിന്റെ അടുത്ത സംഖ്യ. അപ്പൊ ഇവിടെ 1,00,000 വരും. ഇവിടെ 0, ഇവിടെ 0, 0, 0, 1, 2, ഇവിടെ 0, ഇവിടെ 1, 1, 1. അപ്പൊ ഇവിടെ 9, 1, 10. അപ്പൊ എത്ര വരുവാ? 1,00,000. ഇതിന്റെ തൊട്ടടുത്തുള്ള സംഖ്യ എന്ന് പറയുന്നത് 1,00,000 ആണ്. അത് ചോദിക്കുന്നുണ്ട്, ഈ സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കും? എങ്ങനെ കണ്ടുപിടിച്ച നമ്മള്? ഏറ്റവും വലിയ അഞ്ചക്ക സംഖ്യയുടെ കൂടെ 1 കൂട്ടിയാൽ തൊട്ടടുത്തുള്ള സംഖ്യ വരും. ഏറ്റവും വലിയ അഞ്ചക്ക സംഖ്യയുടെ കൂടെ 1 കൂട്ടിയാൽ ഏറ്റവും ചെറിയ 6 അക്ക സംഖ്യ വരും. ഓക്കെ, 10, 100, 1000, 10,000, ലക്ഷം. ഇതാണ് 1,00,000 എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ഇതിനെ എങ്ങനെ വായിക്കും? എങ്ങനെ വായിക്കുക? നമ്മൾ അക്ഷരത്തിൽ എഴുതുക. എങ്ങനെ എഴുതുക? 1,00,000. 1,00,000. ഇത് എഴുതി വെക്കുക. 1,00,000. മനസ്സിലായോ? 1,00,000. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, അതിനിടയിൽ ഒരു പട്ടിക എഴുതിയിട്ടുണ്ടോ? പട്ടിക കണ്ടോ? അതിനിടയിൽ പട്ടിക ഉണ്ടാവും. 1, 10, 100, 1000, 10,000 എന്നുള്ളത്. അത് നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതി വെക്കുക. ഈ പട്ടിക നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതി വെക്കുക. ഇതേപോലെ പട്ടിക വരച്ചിട്ട് നോട്ട് ബുക്കിൽ എഴുതി വെക്കുക. കണക്കിന് സംഖ്യാലോകം ആദ്യം പാഠത്തിന്റെ പേര് എഴുതി വെക്കുക. കണക്ക് നോട്ടിന്റെ ഫസ്റ്റ് പേജില്ലേ, മുൻവശത്ത്, അവിടെ ആദ്യം നമ്മൾ പാഠത്തിന്റെ പേര് എഴുതൂലേ? കഴിഞ്ഞ പോലെ എഴുതിയ പോലെ ആദ്യം പാഠത്തിന്റെ പേര് എഴുതുക. അതിനുശേഷം എന്ത് ചെയ്യാൻ? നിങ്ങൾ ഈ പട്ടിക വരച്ചു വെക്കുക. ഈ പട്ടിക ഓക്കെ അല്ലേ? ഓക്കെ, എന്നാ നമുക്ക് ഇനി അടുത്ത് നോക്കാം. ഇങ്ങനെ തുടർന്ന് എഴുതിയാൽ സംഖ്യകൾ 100 കോടി, 1000 കോടി ഇങ്ങനെ നീണ്ടു പോകും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കോടികളെല്ലാം കേട്ടിട്ടില്ല? 1 കോടി, 10 കോടി, 100 കോടി, 1000 കോടി, അങ്ങനെ നീണ്ടു അങ്ങനെ ഒരുപാട് സംഖ്യകൾ ഇങ്ങനെ പോകും അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ വലതുവശത്ത് കൊടുത്തിട്ടുണ്ടോ ഭീമൻ സംഖ്യ എന്ന് കൊടുത്തിട്ടുണ്ടോ? ഭീമൻ സംഖ്യ ഒരു നീല കളറിൽ ഒരു ബോക്സിലാക്കിയിട്ട് നോക്കാലോ. സാധാരണയായി നമുക്കറിയാവുന്ന വലിയ സംഖ്യ ചോദിച്ചാൽ കോടി, 100 കോടി എന്നൊക്കെയാണ് പറയാറുള്ളത്. 1 ശേഷം 10 പൂജ്യം ചേർന്നാൽ 1000 കോടിയായി. 1 ശേഷം 100 പൂജ്യമുള്ള സംഖ്യകളുടെ വലിപ്പം ആലോചിച്ച് നോക്കും. എന്ന് പറഞ്ഞാല് നമുക്കിപ്പോ അറിയുന്ന സംഖ്യകൾ എങ്ങനെ എഴുതുവാം? ആദ്യം 1, ഇത് 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം, കോടി, 10 കോടി, 100 കോടി, 1000 കോടി, അങ്ങനെ സംഖ്യകൾ നീണ്ടുപോകും. അപ്പൊ ഈ 1ന്റെ കൂടെ ഇതിപ്പോ എത്രയുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 പൂജ്യം എഴുതി. എത്ര ഇതിന്?
10 പൂജ്യം ചേർന്ന് എത്രയായി? ഇത് 1000 കോടിയോ വായിക്കും. ഈ സംഖ്യനെ വായിക്കുക 1000 കോടി എന്നാണ്. അപ്പൊ ഇതിന്റെ കൂടെ ഇനിയും 90 പൂജ്യം കൂടി ചേർക്കുക. ഇതിപ്പോ എത്ര പൂജ്യം ഉള്ളത്? 10 പൂജ്യം ഉള്ളൂ. ഇതിന്റെ കൂടെ 90 പൂജ്യം കൂടി ചേർത്ത് കഴിഞ്ഞാൽ ആ സംഖ്യക്ക് പറയുന്ന പേരെന്താണെന്നറിയാം? ഗൂഗോൾ. ആ സംഖ്യന്റെ പറയുന്ന പേരാണ് ഗൂഗോൾ. അപ്പോ ഒന്നിന് ശേഷം 100 പൂജ്യമുള്ള സംഖ്യകൾ, 100 പൂജ്യമുള്ള സംഖ്യയുടെ വലിപ്പം ആലോചിച്ച് നോക്കിയിട്ട് ആ സംഖ്യക്ക് പറയുന്ന പേരാണ് ഗൂഗോൾ. എന്താ പറയാ? ഗൂഗോൾ. ഇതും കൂടി എന്തുവേണം? നിങ്ങൾ നോട്ടിൽ എഴുതി വെക്കണം. ഭീമൻ സംഖ്യ എന്ന് എഴുതിയിട്ട് ഈ കളിയിലുള്ള ഗൂഗോൾ എന്ന് പറഞ്ഞിട്ട് ഈ 1938 എഡ്വേർഡ് കാസ്റ്റർ ആണ് ഈ പേര് കൊടുത്തത്. അതുവരെ നിങ്ങൾ നോട്ടിൽ എഴുതി വെക്കണം. മനസ്സിലായില്ല? അതുവരെ എഴുതുക. നമുക്കൊരു പണി ചെയ്യാം. ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുക. 8:10 ഏകദേശം 1 മണിക്കൂർ ആവാനായി. അപ്പൊ ഇന്ന് ആദ്യം പറഞ്ഞു തന്നത് ഒന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ആ ത്രികോണം വരച്ചിട്ട് അതിനെ 64 ഭാഗാക്കലാണ്. പിന്നെ പറഞ്ഞത് 1000 വരെ എഴുതിയവര് അടുത്ത ചൊവ്വാഴ്ച ആകുമ്പോഴേക്ക് 2000 വരെ എഴുതുക. നോട്ടിൽ എഴുതുക. അപ്പൊ അതിനുശേഷം പിന്നെ ചെയ്യേണ്ടത് നോട്ടിൽ പേജ് നമ്പർ 9 1, 10, 100, 1000 എന്നുള്ള ഈ പട്ടിക നോട്ടിൽ എഴുതി വെക്കുക. അതോടൊപ്പം വലതുവശത്തുള്ള ഈ ഒരു ഭീമൻ സംഖ്യ എന്നുള്ളത് നോട്ടിൽ എഴുതി വെക്കുക. ഓക്കെ, എന്നാ ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഇനി നമുക്ക് ഗണിതത്തിന്റെ ക്ലാസ് അടുത്ത ബുധനാഴ്ച ഉണ്ടാവും കേട്ടോ. ആദ്യം നോട്ടിൽ തന്നെയാണ് വെക്കേണ്ടത്. അതെ ഇത് വേണ്ട, ഞാൻ നേരത്തെ വരച്ചു തന്ന അത് മാത്രം വരച്ചാൽ മതി. 64 ത്രികോണങ്ങൾ വരുന്നു കേട്ടോ. അതിന്റെ വരക്കേണ്ട രീതി ഞാൻ ഗ്രൂപ്പിലുണ്ട് കേട്ടോ. ഇത് നോട്ടിൽ എഴുതിയിട്ട് അയച്ചു തരണം. നോട്ടിൽ എഴുതിയിട്ട് അയച്ചു തരണം. അതുവരെ എഴുതേണ്ടത്. അതുവരെ. ഓക്കെ.